പോലുള്ളവരുടെ ഒരു പ്രത്യേക സുഖമാണ് ചുമ്മാ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റ് പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്നുള്ളത്. അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രൈസ് നോക്കി കമ്പയർ ചെയ്ത് വലിച്ചു വാരി കാർട്ടിലേക്ക് ഇടും. എന്നാൽ ഇതെങ്ങനെ വാങ്ങുമോ? അതുമില്ല. സബ് ടോട്ടൽ കാണുമ്പോഴേ കിളി പോവും. ആ കൂട്ടപ്പെട്ടൊരു സാധനമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറേ കാലം ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ വാങ്ങുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ വാ, ഇത് ശരിക്കും പറഞ്ഞാൽ നന്നാവോ അതോ ഫ്ലോപ്പ് ആവുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യത്തെ പ്രോസസ്സൊന്നും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയത് അമ്മേന്റെ അധീനതയിലുള്ള വർക്ക് ഏരിയയിലേക്കായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും വാങ്ങിച്ചിട്ട് അതിന്റെ വേസ്റ്റ് ബോക്സ് ഒക്കെ വരുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ കിട്ടി. കാർട്ടൺ ബോക്സിൽ ആദ്യം തന്നെ ഞാൻ ഔട്ട്ലൈൻ വരച്ചു. അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്തു. ഒരു പേഴ്സിൽ പഴയ ഒരു പൊട്ടിയ കണ്ണാടി ഉണ്ടായിരുന്നു. ആ കണ്ണാടി എടുത്തിട്ട് ഞാൻ അതിൽ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ മോൾഡിറ്റില്ലേ അത് വെച്ച് അത് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഒരു ആന്റിക് ഡിസൈൻ. ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ഏകദേശം അതേപോലെയൊക്കെ തന്നെ എനിക്ക് ചെയ്യാം. പിന്നെ നേരെ ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ നമുക്കൊരു ആന്റിക് ലുക്ക് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് കോപ്പർ കളറാണ് കേട്ടോ. കളർ കൊടുത്തപ്പോൾ തന്നെ അതിന്റെ ഒരു ഭയങ്കര ട്രാൻസിഷൻ ആയിരുന്നു കേട്ടോ. ആ ഒരു കറക്റ്റ് എന്താ പറയുക, ഒരു ആന്റിക് ലുക്കിലേക്ക് അത് പെട്ടെന്ന് തന്നെ മാറി. കോപ്പർ കളർ കൊടുക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആണ് കേട്ടോ അത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വെച്ചാണ് ഞാനിപ്പോൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും രൂപ ബൈ.